ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ലീഡ് കോഡ് ക്വസ്റ്റ്യൻ നമ്പർ 2635 അപ്ലൈ ട്രാൻസ്ഫോം ഓവർ ഈച്ച് എലമെന്റ് ഇൻ എൻ അറേ. വെൽക്കം ടു കുഡിയൻ എവരിവൺ. നമുക്കിനി പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Given an integer array ARR and a mapping function fn, return the new array with a transformation applied to each element. The returned array should be created such that returned array of I equal to function of array of I, comma I. Please solve it without the built-in array.map method. ഇവിടെ എന്താ, ഒരു അറേ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അറേയിലെ എല്ലാ എലമെൻറ്റ്സിലും ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് പുതിയ അറേ റിട്ടേൺ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോംഡ് അറേ എലമെൻറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എലമെൻറ്റിനെയും ഇൻഡെക്സും ആക്സെപ്റ്റ് ചെയ്യണം. ഓൾസോ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലെ ബിൽറ്റ് ഇൻ array.map മെത്തേഡ് യൂസ് ചെയ്യാണ്ട് ചെയ്യണം. ഈ പ്രോബ്ലം എന്താ, ടെക്നിക്കലി ജാവാസ്ക്രിപ്റ്റിലെ array.prototype.map മെത്തേഡിൻ്റെ പോളിഫിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. പോളിഫിൽ എന്താണെന്ന് പറയാം. By definition, a polyfill is a piece of code that provides modern functionality to older browsers that don't natively support it. ജാവാസ്ക്രിപ്റ്റിലെ മോഡേൺ ഫീച്ചേഴ്സ് സെറ്റ് പഴയ ബ്രൗസേഴ്സിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഴുതുന്ന ഫോൾ ബാക്ക് കോഡാണ് പോളിഫിൽ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാം. ഫോർ എക്സാമ്പിൾ, .map മെത്തേഡ് 2015 തൊട്ടാണ് എല്ലാ ബ്രൗസേഴ്സിലും നേറ്റീവ്ലി സപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. സോ അതിന് മുന്നേ ഉള്ള ബ്രൗസേഴ്സിൽ .map എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്? മുന്നേയുള്ള ബ്രൗസേഴ്സിൽ .map വർക്ക് ചെയ്യാൻ വേണ്ടി കസ്റ്റം പോളിഫിൽ കോഡോ അതോ പോളിഫിൽ ലൈബ്രറീസോ യൂസ് ചെയ്താണ് .map ഫീച്ചർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ സെക്കൻഡ് എക്സാമ്പിളിൽ ARR എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഉണ്ടാക്കി അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് 1, 2, 3 ആസ് എലമെൻറ്റ്സ്. പ്ലസ് ഐ എന്ന പേര് ഒരു ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. n and i പാരാമീറ്റേഴ്സ് ആയി ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ബോഡിയിൽ n+iയുടെ വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇൻപുട്ട് അറേനെ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ഔട്ട്പുട്ടായി 1, 3, 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയാണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അറേ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ അറേയിലെ എലമെൻറ്റ്സിലോട്ട് 0, 1, 2 റെസ്പെക്റ്റീവ്ലി ആഡ് ചെയ്താണ് ഔട്ട്പുട്ട് അറേ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും അറേ ഇൻഡെക്സ് പ്ലസ് ഐ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് വാല്യൂ ആയി ആഡ് ചെയ്താൽ ഈ ഔട്ട്പുട്ട് കിട്ടും. ഈ എക്സാമ്പിൾസിൽ കൊടുത്തിട്ടുള്ള 3 ടെസ്റ്റ് കേസും പാസ് ചെയ്യുന്ന സൊല്യൂഷനാണ് വേണ്ടത്. എക്സാമ്പിൾ 2 നമ്മൾ നോക്കി, ബട്ട് എക്സാമ്പിൾ 1ലെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ +1 ഫംഗ്ഷനിലോട്ട് ഒരു പാരാമീറ്ററിനെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് കേസസ് പാസ്സാണെങ്കിൽ 2 പാരാമീറ്റേഴ്സും പാസ് ചെയ്യണം. ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ലൈനിൽ റിട്ടേൺ അറേ ഓഫ് ഐ ഈക്വൽ ടു fn ഓഫ് അറേ ഓഫ് ഐ, ഐ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ മാപ്പ് ഫംഗ്ഷൻ പറ്റി നോക്കാം. മാപ്പ് ഫംഗ്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം. MDN അഥവാ മൊസില്ല ഡെവലപ്പർ നെറ്റ്വർക്കിലെ array.prototype.map ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. The map method of array instances create a new array populated with the results of calling the provided function on every element in the calling array. മാപ്പ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫംഗ്ഷൻ അറേയിലെ എല്ലാ എലമെൻറ്റിലും അപ്ലൈ ചെയ്ത് പുതിയൊരു അറേ റിട്ടേൺ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തുള്ള കോഡ് നോക്കാം. കോഡിൽ array 1 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ മാപ്പ് 1 വേരിയബിളിലോട്ട് array 1നെ മാപ്പ് ചെയ്യാണ്. .mapലോട്ട് കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുന്നത് കാണാം. എക്സ് പാരാമീറ്ററായി array 1ലെ ഓരോ എലമെൻറ്റിനെയും പാസ് ചെയ്ത് വിടും. ദെൻ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ റിട്ടേൺ ചെയ്യാണ്. കോഡ് റൺ ചെയ്താൽ എല്ലാ എലമെൻറ്റ്സിലും ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ടായി ഒരു പുതിയ അറേ വരുന്നത് കാണാം. ഇനി ഈ ലീഡ് കോഡ് ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കണം. console.log hello world എഴുതാണ്. അതിനുശേഷം index.html എന്ന പേരിൽ ഒരു HTML ഫയൽ ഉണ്ടാക്കണം. കോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണത്. HTML ഫയലിൽ സ്ക്രിപ്റ്റ് ടാഗ് എഴുതുക. സോഴ്സ് ആട്രിബ്യൂട്ടിലോട്ട്
നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ജാവാസ്ക്രിപ്റ്റ് ഫയൽ index.js ഫയൽ പോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും. അതിൽ കൺസോൾ ടാബ് എടുത്താൽ നമ്മൾ മുന്നേ ഇൻഡെക്സ് ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഹലോ വേൾഡ് console.logൻ്റെ ഔട്ട്പുട്ടായ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് വരുന്നത് കാണാം. കോഡ് എഴുതാനുള്ള സെറ്റപ്പ് റെഡിയായി. ഇനി കോഡിലോട്ട് കിടക്കാം. ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ലീഡ് കോഡ് സൊല്യൂഷൻ സീരീസിൻ്റെ കൂടുതൽ വീഡിയോസ് കമ്മിങ് ഡേയ്സ് ചെയ്യുന്നതായിരിക്കും. ഫയലിൽ അറേ വേരിയബിൾ ഉണ്ടാക്കണം. എഫ് എന്ന പേരിൽ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എഴുതുക. പാരാമീറ്റേഴ്സായി വാല്യൂ, ഇൻഡെക്സ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുക. വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. ഇതാണ് നമ്മുടെ മോഡിഫയർ ഫംഗ്ഷൻ. ദെൻ ട്രാൻസ്ഫോം അറേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ ഫംഗ്ഷനാണ് ഡോട്ട് മാപ്പ് ഫംഗ്ഷൻ്റെ കോർ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ ബോഡി ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ മാപ്പ് ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് എഴുതാം. ട്രാൻസ്ഫോംഡ് അറേ വേരിയബിളിലോട്ട് ട്രാൻസ്ഫോം അറേ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത വാല്യൂ അസൈൻ ചെയ്ത് ആ വാല്യൂ console.log ചെയ്യുകയാണ്. കോഡിൽ ട്രാൻസ്ഫോം അറേ ഫംഗ്ഷനിലോട്ട് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത അറേയും മോഡിഫയർ ഫംഗ്ഷനും പാസ് ചെയ്യുന്നത് കാണാം. പാസ് ചെയ്യുന്ന അറേ വേരിയബിളിലെ എല്ലാ എലമെൻറ്റ്സിനും എഫ് എൻ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്ത് പുതിയ അറേ റിട്ടേൺ ചെയ്യും. ട്രാൻസ്ഫോം അറേ ഫംഗ്ഷൻ ബോഡിയിൽ റിസൾട്ട് എന്ന പേരിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കി അതിൽ ഒരു എംപ്റ്റി അറേ അസൈൻ ചെയ്യുക. ദെൻ ഒരു ഫോർ ലൂപ്പ് എഴുതാണ്. ആർഗ്യുമെൻ്റായി പാസ് ചെയ്ത് വരുന്ന ARR അറേയിലെ എല്ലാ എലമെൻറ്റ്സിലൂടെയും ലൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഫോർ ലൂപ്പ് ബ്ലോക്കിൽ റിസൾട്ട് വേരിയബിളിൽ ഡോട്ട് പുഷ് മെത്തേഡ് യൂസ് ചെയ്ത് മുന്നേ എഴുതിയ മോഡിഫയർ ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. FN ഓഫ് അറേ ഓഫ് i, i. ദെൻ ഫോർ ലൂപ്പ് ബ്ലോക്കിന് ശേഷം റിസൾട്ട് വേരിയബിളിനെ റിട്ടേൺ ചെയ്യാണ് ആ ഫംഗ്ഷനിൽ നിന്ന്. ഇത്ര എഴുതിയാൽ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായി. നമുക്ക് കോഡ് ഒന്നുകൂടെ നോക്കാം. ARR വേരിയബിൾ മോഡിഫയർ ഫംഗ്ഷൻ FN ട്രാൻസ്ഫോം അറേ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം. ട്രാൻസ്ഫോം അറേ ഫംഗ്ഷൻ ബോഡിയിൽ റിസൾട്ട് വേരിയബിളിലോട്ട് എംപ്റ്റി അറേ അസൈൻ ചെയ്യുന്നു. ഫോർ ലൂപ്പിൽ വേരിയബിൾ i ഡിഫൈൻ ചെയ്ത് പാസ് ചെയ്ത് വരുന്ന അറേയുടെ എല്ലാ എലമെൻറ്റ്സിലൂടെയും ലൂപ്പ് ചെയ്യാണ്. ദെൻ ഫോർ ലൂപ്പിൻ്റെ ബോഡിയിൽ റിസൾട്ട് അറേയിലോട്ട് മോഡിഫയർ ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ ഇൻഡെക്സിനെയും എക്സിക്യൂട്ട് ചെയ്തു വരുന്ന റിട്ടേൺ വാല്യൂ പുഷ് ചെയ്യാണ്. ദെൻ റിസൾട്ട് അറേ റിട്ടേൺ ചെയ്യാണ്. ഇനി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തു വരുന്നത് ബ്രൗസറിൽ നോക്കാം. കൺസോൾ ടാബിൽ 0, 2, 6, 12 പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇനി നമ്മൾ എഴുതിയ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനിലെ ബോഡിയിൽ മൾട്ടിപ്ലിക്കേഷന് പകരം, അതായത് ഇപ്പോൾ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതിന് പകരം അഡീഷൻ ആക്കി നോക്കാം. അഗെയിൻ കൺസോൾ ടാബിൽ അഡീഷൻ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് 1, 3, 5, 7 പ്രിൻ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇനി കോഡ് കോപ്പി ചെയ്ത് ലീഡ് കോഡിൽ സബ്മിറ്റ് ചെയ്ത് ടെസ്റ്റ് കേസ് പാസ് ആവുണ്ടോ എന്ന് നോക്കാം. റൺ ബട്ടൺ പ്രസ് ചെയ്താൽ ടെസ്റ്റ് കേസസ്
എക്സിക്യൂട്ടായി റിസൾട്ട് കാണിക്കും. ഇവിടെ 3 ടെസ്റ്റ് കേസസും പാസ് ആവുന്നുണ്ട്. സോ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇതിനെ ലീഡ് കോഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ അറേ ഡോട്ട് മാപ്പിൻ്റെ പോളിഫിൽ എങ്ങനെയാണ് എഴുതുക എന്ന രീതിയിലും ചോദിക്കാം ഇൻ്റർവ്യൂസിൽ. സോ we are winding up the video here. Thanks for watching. We'll see you in next LeetCode video. Please like and subscribe to the channel.